ഹായ്, ഫേസ്ലെസ് ആണ്. ലാലേട്ടാ, നിങ്ങളോട് വല്ലാത്ത ഇഷ്ടം തോന്നുന്നു. ഞാനൊരു സിനിമാ നടൻ്റെ ആരാധികയല്ല. മമ്മൂക്കനെ ഇഷ്ടമാണ്. പക്ഷേ ഉള്ള സത്യം പറയാമല്ലോ, നിങ്ങളുടെ പഴയ പടങ്ങൾ ഇഷ്ടമാണ്. പക്ഷേ പുതിയ പടങ്ങൾ എന്തുകൊണ്ടോ അങ്ങോട്ട് ശരിയാവണില്ല. അതുകൊണ്ട് അത് ഇഷ്ടപ്പെടാനും എനിക്ക് കഴിയണില്ല. പക്ഷേ നിങ്ങളെന്നുള്ള മനുഷ്യനെ, നിങ്ങളിലെ സാമൂഹ്യ പ്രവർത്തകനെ, അതിപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഫാൻ ബേസ് ഉണ്ടായെന്നുള്ളതിനുള്ള ഉത്തരമാണ് നിങ്ങൾ വയനാട്ടിൽ കാണിച്ചത്. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, മലയാളി എന്താ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാൻസ് അത് മൊത്തത്തിൽ ഒരു 75-80% മലയാളികളും നിങ്ങളുടെ ഫാൻസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഫാൻ ബേസ് നിങ്ങൾക്കുണ്ടാകാൻ കാരണം എന്താണ്? അവരെന്താ നിങ്ങളിങ്ങനെ നെഞ്ചിലേറ്റ് നടക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. ഉള്ളത് തുറന്നു പറയുകയാണേ. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി, നിങ്ങളൊരു നടൻ മാത്രമല്ല, നിങ്ങൾ അതിലുപരി ഒരു മനുഷ്യ സ്നേഹി കൂടിയാണ്. അങ്ങനെയൊക്കെ ആയിരിക്കാൻ എല്ലാവർക്കും പറ്റുകയില്ല. ബാക്കിയുള്ള നടന്മാരെയൊന്നും കുറ്റം പറയല്ല ഞാൻ. എല്ലാവരും നന്നായിട്ട് സഹായം ചെയ്തു. മമ്മൂക്ക ആദ്യമേ തന്നെ തൻ്റെ സഹായം പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ടൊവിനോ, അതുപോലെ തന്നെ ഇഷ്ടംപോലെ, അതായത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇഷ്ടംപോലെ കൈയഴിഞ്ഞ് സഹായിച്ചു വയനാടിന് വേണ്ടി. പക്ഷെ നിങ്ങൾ ഒരുപടി മുകളിൽ ആയി ഞങ്ങളുടെ മനസ്സിലിപ്പോൾ. അത് മറ്റാരെയും താഴ്ത്തിക്കൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടോ നിങ്ങളോട് കുറേ കൂടി ഇഷ്ടം തോന്നുന്നു. കാരണം നിങ്ങൾ പട്ടാളക്കാരൻ്റെ യൂണിഫോം അണിഞ്ഞ് അവിടേക്ക് പോയപ്പോൾ ഒത്തിരി കുത്തുവാക്കുകൾ, ഒത്തിരി ട്രോളുകൾ നിങ്ങൾക്ക് കിട്ടി. അതിനുവേണ്ടി ആയിരുന്നോ നിങ്ങൾ അവിടേക്ക് പോയത്? നിങ്ങൾ ഷോ ഓഫ് കാണിക്കാൻ പോയതാണ്. ഇപ്പം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഒരു പട്ടാളക്കാരൻ്റെ വേഷം അണിഞ്ഞ് പോകുന്നെങ്കിൽ അവിടെ നിന്ന് പണിയെടുക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞവർക്ക് നിങ്ങൾ സിമ്പിളായിട്ട് ഉത്തരം കൊടുത്തു നിങ്ങളുടെ മൗനം കൊണ്ട്. അതായത് അവരോടൊന്നും നിങ്ങൾ തിരിച്ച് മറുപടി പറഞ്ഞില്ല. പക്ഷേ നിങ്ങൾ ചെയ്ത കാരുണ്യ പ്രവൃത്തിയുടെ ഫലം അത് ഉത്തരം പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളുടെ പദവി അതിനുള്ള ഉത്തരം കൊടുത്തു. എനിക്കറിയില്ല എത്ര പേർക്ക് നിങ്ങളുടെ പദവിയുടെ വില അറിയാമെന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ പദവി എന്തിനു വേണ്ടിയുള്ളതാണെന്ന് അറിയാമെന്ന്. ചിലപ്പോൾ ആ അറിവില്ലാത്തവരായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ആരെയും കുറ്റം പറയുന്നില്ല. പക്ഷേ അദ്ദേഹം ടെറിട്ടോറിയൽ ആർമിയിലെ ഓണർലി ലഫ്റ്റനന്റ് കേണലാണ്. ഈ ഓണർലി കിട്ടുന്നവർ സിവിലിയൻസും സോൾജിയേഴ്സുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യപ്പെടുന്നവരാണ്. അതായത് സമൂഹത്തിൽ സെലിബ്രിറ്റി ആയിട്ടുള്ളവർ, ഫാൻ ബേസ് ഉള്ളവർ, അങ്ങനെയുള്ളവരെയാണ് അങ്ങനെ തിരഞ്ഞെടുക്കുക. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്നൊക്കെ പറയും. അപ്പം ഇതുവഴി നമുക്ക് കൂടുതലും സോൾജിയേഴ്സ് എന്താണെന്നും, അല്ലെങ്കിൽ അവരെ കുറച്ചുകൂടെ നമ്മുടെ ഇടയിലേക്ക് പോപ്പുലർ ആക്കി തരുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ഓണർലി പദവി കിട്ടിയവരല്ല. അവർ ചെയ്യേണ്ടത് ഒരിക്കലും അവിടെ പോയിട്ട് സോൾജിയേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളല്ല. അത് ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്യേണ്ടത് സിവിലിയൻസിന് ഒരു ആശ്വാസമാവുക, കൂടാതെ സോൾജിയേഴ്സ് അവരുടെ പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടെ പ്രോത്സാഹനവും ഉന്മേഷവും ഒക്കെ കൊടുക്കുന്ന രീതിയിൽ അവരെ നിർത്തുക. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞ ഓണർലി പദവി കിട്ടിയിട്ടുള്ള ഒരു കേണൽ ചെയ്യുന്നത്. അത് തന്നെയാണ് അവിടെ വയനാട്ടിൽ ലാലേട്ടൻ ചെയ്തത്. അദ്ദേഹം അവിടെ വന്നതുകൊണ്ട് കുറേ പേര് അവിടെ തിക്കും തിരക്കുമുണ്ടായി അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജനങ്ങളല്ലേ തിരുത്തേണ്ടത്. അദ്ദേഹം അവിടെ വരുമ്പോൾ എന്തിനാണ് ക്യാമറയും പിടിച്ച് അല്ലെങ്കിൽ മൊബൈലും പിടിച്ച് അവിടേക്ക് പോകുന്നത്? നമ്മൾ ഒരു ദുരിതം അനുഭവിക്കുന്നിടത്തേക്ക് ഇയാൾ വരേണ്ട കാര്യം എന്തായിരുന്നു എന്ന് ചോദിക്കുന്നതിന് പകരം, അതിന് വ്യക്തമായ കാരണങ്ങളുള്ളപ്പോൾ അത് ചോദിക്കുന്നതിന് പകരം നമ്മളെ കുറച്ച് തിരുത്തുകയല്ല വേണ്ടത്. അത് നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്, അല്ലാതെ അദ്ദേഹത്തെ പഴിചാരുകയല്ല വേണ്ടത്. അദ്ദേഹത്തിൻ്റെ ചാരിറ്റി ഓർഗനൈസേഷനാണ് വിശ്വശാന്തി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേരിലുള്ള ചാരിറ്റി ഓർഗനൈസേഷനാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹം 3 കോടി രൂപ വയനാടിന് വേണ്ടി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സ്കൂളിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ടിയുള്ള തുകയും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊക്കെ കൂടാതെ അദ്ദേഹം ഇതിനു മുന്നേ തന്നെ മുഖ്യമന്ത്രിയുടെ സഹായ നിധിയിലേക്ക് 25 ലക്ഷം രൂപ കൊടുത്ത ആളാണ്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിന് കുറേ പൈസ ഉണ്ട്, അദ്ദേഹം ചെയ്യട്ടെ എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്കൊക്കെ 1 രൂപ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു 10 പൈസ എടുത്ത് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ അറിയാം, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയിൽ നിന്ന് ഒരു 10 പൈസ മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 പ്രാവശ്യം ചിന്തിക്കും, അല്ലേ? നമ്മൾ കൊടുക്കുന്ന 1000 രൂപ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന 5000 രൂപ, അതുമല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന 10,000 രൂപ നമുക്ക് വിലയുള്ളതാണ്. ഇതുപോലെ തന്നെയല്ലേ അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയ പൈസയല്ലേ? എത്ര കോടികൾ വരുമാനം ഉണ്ടാകുന്ന ആളായിക്കോട്ടെ, അത്രയും പൈസ എടുത്ത് വേറൊരാളുടെ സഹായത്തിന് കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ വിലമതിക്കണ്ടേ? എനിക്ക് തോന്നുന്നു ഇപ്പം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ, അല്ലെങ്കിൽ ലാലേട്ടൻ. ആ ലാലേട്ടൻ ഇപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പദവി ഉപയോഗിച്ചിട്ട് അവിടേക്ക് ചെല്ലുകയും അവിടെയുള്ളവർക്ക് ആശ്വാസമാവുകയും സിവിലിയൻസിനും അതുപോലെ തന്നെ പട്ടാളക്കാർക്ക് എന്താ പറയുക, ഒരു ഉന്മേഷവും ഒക്കെ ആയി അദ്ദേഹം അവിടെ നിന്ന് ഇത്രയും സഹായങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം
അദ്ദേഹം ശരിക്കും ഒരു വലിയ മനുഷ്യനാണ്. ഉറപ്പായിട്ടും ഈ യൂണിഫോമിൽ അവിടേക്ക് ചെന്നത് എന്താണെന്ന് ചോദിക്കുന്നവർക്കെല്ലാം മറുപടി ആയെന്ന് എനിക്ക് തോന്നുന്നു. ആ യൂണിഫോം ഉണ്ടെങ്കിലേ അദ്ദേഹം അവിടേക്ക് എത്തുകയുള്ളൂ. ഒരു സാധാരണ ആക്ടറായിട്ട് അവിടെ പോയിട്ട് ഒരു കാര്യമില്ല. അത് അദ്ദേഹം യൂസ് ചെയ്തു. അല്ലാതെ അദ്ദേഹത്തിന് ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല. അല്ലേ തന്നെ മോഹൻലാൽ അല്ലെ ലാലേട്ടൻ കേരളത്തിൽ എന്ത് ഷോ ഓഫ് കാണിക്കാനാണ്? വയനാട്ടിൽ ഇങ്ങനൊരു വേഷം കെട്ടി വന്ന് ഷോ ഓഫ് കാണിക്കേണ്ട കാര്യമുണ്ടോ? അദ്ദേഹത്തെ ഇനിയും മലയാളത്തിൽ ആർക്കറിയാനാണ്? 50% ആൾക്കാരെങ്കിലും ലാലേട്ടൻ എന്ന് കേട്ടാൽ കേരളം എന്ന് വിചാരിക്കാറില്ലേ? കേരളം എന്ന് കേട്ടാൽ ആദ്യം ലാലേട്ടൻ്റെ പേര് പറയാറില്ലേ? അദ്ദേഹം ഷോ ഓഫ് അല്ല ചെയ്തത്. അദ്ദേഹം ചെയ്ത ഒരു നല്ല കാര്യമാണ്. ഒരു പാർട്ടിയുടെയും പേര് അദ്ദേഹം അവിടെ പറഞ്ഞിട്ടില്ല. ഒരു ജാതിയുടെയും പേര് അദ്ദേഹം അവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് പൊളിറ്റിക്സും മതവും ഒക്കെ ഇവിടുന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങളൊരു മനുഷ്യനായിട്ട് ചിന്തിക്കുക. അദ്ദേഹം ചെയ്ത നന്മ പ്രവൃത്തി കാണും. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് ആൾക്കാരുണ്ട് ലാലേട്ടാ നിങ്ങളെ മനസ്സിൽ ഇപ്പോഴും കൊണ്ടു നടക്കുന്നവർ. അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ ഇറങ്ങിപ്പോയിട്ടില്ല. പുതിയ ആൾക്കാരുടെ മനസ്സിലേക്ക് നിങ്ങൾ കയറിയിട്ടേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ്. ബൈ.